എല്ലാവർക്കും സ്വാഗതം. ഈ തിരക്ക് പിടിച്ച ജീവിതത്തില് എപ്പോഴെങ്കിലും ശാശ്വതമായൊരു സമാധാനവും സന്തോഷവുമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള ഉത്തരങ്ങൾ ഒരു 70 വർഷം പഴക്കമുള്ള മാസികയിലുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മൾ 1953 ഓഗസ്റ്റിലെ അഖണ്ഡജ്യോതി മാസികയുടെ താളുകളിലേക്കാണ് ഒരു യാത്ര പോകുന്നത്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീ രാം ശർമ്മ ആചാര്യജിയുടെ ആഴത്തിലുള്ള അറിവുകളിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് പരമാർത്ഥം എന്ന കവിതയിലെ വളരെ മനോഹരമായ ഈ വരികളോടെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ചോദിക്കാതെ കൊടുക്കുന്നതിലാണ് യഥാർത്ഥ ദാനത്തിന്റെ ഭംഗി മുഴുവനുള്ളത്. കാരണമെന്താണെന്ന് വെച്ചാൽ അത് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ശുദ്ധമായ സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. അപ്പോ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിസ്വാർത്ഥതയുടെയും നമ്മുടെ ഉള്ളിലെ ശക്തിയുടെയും വഴിയിലൂടെ നമുക്ക് മുന്നോട്ടു പോകാം. അപ്പോ ഈ വിശകലനത്തില് നമ്മൾ പ്രധാനമായിട്ടും 5 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ആദ്യം അഖണ്ഡജ്യോതി എന്താണെന്ന് നമ്മളൊന്ന് പരിചയപ്പെടും. പിന്നെ ഒരു നല്ല സ്വഭാവത്തിന്റെ അടിത്തറ എങ്ങനെയിടാമെന്ന് നോക്കും. അത് കഴിഞ്ഞ് മറ്റുള്ളവരുമായി സമാധാനത്തോടെ ജീവിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള വഴി ഏതാണെന്ന് കണ്ടെത്തും. അവസാനം ഈ അറിവുകളുടെ എല്ലാം സത്തെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോ എന്താണ് ഈ അഖണ്ഡജ്യോതി? ആ വാക്കിന്റെ അർത്ഥം തന്നെ അണയാത്ത ജ്വാല എന്നാണ്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള നന്മയുടെയും അറിവിന്റെയും ഒരു വെളിച്ചം. എത്ര വലിയ കാറ്റടിച്ചാലും കെട്ടുപോകാത്ത ഒരു തിരുനാളം. ആ വെളിച്ചം കെടാതെ സൂക്ഷിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വഴികാട്ടിയാണിത്. അപ്പോ ആ അണയാത്ത ജ്വാലയുടെ വെളിച്ചത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മുടെ യാത്രയിലെ ആദ്യത്തെ പടി സ്വഭാവത്തിന് ഒരു നല്ല അടിത്തറയുണ്ടാക്കുക എന്നതാണ്, അല്ലേ? ശരിക്കും എന്താണൊരു നല്ല ജീവിതത്തിന്റെ അടിസ്ഥാനം? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെയാണ് നമുക്കൊരു കരുത്തുണ്ടാക്കിയെടുക്കാൻ കഴിയുക? വരൂ, നമുക്ക് നോക്കാം. നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചാലോ? പലപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഭയം നമ്മളെ പിന്നോട്ട് വലിക്കാറുണ്ടോ? അതായത് ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ മടിക്കുമ്പോഴോ, എന്തിന് ഇഷ്ടമുള്ളവരോട് മനസ്സ് തുറക്കാൻ പോലും. അപ്പോ ആരെയും ഭയപ്പെടരുത് എന്ന ലേഖനം ഈ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. ഭയത്തെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് ഈ മാസിക പറയുന്ന ആശയം ശരിക്കും വളരെ ശക്തമാണ്. ഭയം വരുന്നതെവിടെ നിന്നാണ്? നമ്മുടെ ബലഹീനതയിൽ നിന്നും ആത്മവിശ്വാസക്കുറവിൽ നിന്നുമാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഈ ശരീരം മാത്രമല്ല, അതിനപ്പുറമൊരു ദിവ്യമായ ആത്മാവാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മുടെ ശക്തിക്ക് അതിരുകളില്ലാതാവും. ഒന്ന് ആലോചിച്ചു നോക്കും, നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആരെയാണ് ഭയക്കേണ്ടത്? യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് പുറത്തുള്ളവരെ ജയിക്കുന്നവനല്ല, സ്വന്തം ഉള്ളിലെ ഭയത്തെ ജയിക്കുന്നവനാണ്. ശരി, നമ്മൾ ഭയത്തെ മറികടന്നു, ഉള്ളിൽ നല്ല ശക്തി നേടി. അടുത്ത ചോദ്യം ഇതാണ്: ഈ ശക്തി നമ്മൾ എന്ത് ചെയ്യും? അതെങ്ങനെയാണ് ശരിയായി ഉപയോഗിക്കുക? അവിടെയാണ് സേവനത്തിന്റെ പ്രാധാന്യം വരുന്നത്. സേവനവും അധ്വാനത്തിന്റെ മഹത്വവും എന്ന ലേഖനം നമ്മൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് പണമോ പ്രശസ്തിയോ ഒന്നുമല്ല, അത് നിസ്വാർത്ഥമായ സേവനമാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എത്ര വലുതാണെന്ന് തീരുമാനിക്കുന്നത് എത്ര പണമുണ്ടാക്കിയെന്നതിലല്ല, മറിച്ച് എത്രത്തോളം വിനയത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു എന്നതിലാണ്, അല്ലേ? മറ്റൊരാളുടെ ജീവിതത്തിൽ നമുക്കൊരു ചെറിയ നല്ല മാറ്റമെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതാണ് യഥാർത്ഥ സംതൃപ്തി. നിസ്വാർത്ഥമായി ചെയ്യുന്ന സേവനമാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് ഈ മാസിക ഉറപ്പിച്ചു പറയും. അപ്പോ നമ്മുടെ ഉള്ളിൽ ശക്തിയുണ്ട്, സേവിക്കാനുള്ള മനസ്സുമുണ്ട്. സ്വാഭാവികമായും അടുത്തപടി എന്തായിരിക്കും? ഈ നല്ല കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ലോകവുമായി എങ്ങനെ പങ്കുവെക്കാമെന്നുള്ളതാണ്. നമ്മുടെ പെരുമാറ്റം കൊണ്ടും സംസാരം കൊണ്ടും എങ്ങനെ സമാധാനമുള്ള ഒരു സമൂഹമുണ്ടാക്കാം, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സമാധാനത്തോടെ ജീവിക്കാൻ വലിയ വലിയ തത്വങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ മര്യാദകൾ കൂടി വേണം. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം. അതായത് ഒരുമിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക, പൊതുസ്ഥലങ്ങളിൽ ബഹളം വെക്കാതിരിക്കുക, ക്യൂ നിൽക്കുമ്പോൾ ക്ഷമ കാണിക്കുക, വഴി ചോദിക്കുന്ന ഒരാളെ സഹായിക്കുക. ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഈ ചെറിയ ശീലങ്ങൾ ചേരുമ്പോഴാണ് നല്ല സൗഹൃദങ്ങളുള്ള ഒരു സമൂഹമുണ്ടാകുന്നത്. ഇനി സമാധാനപരമായ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. വെറുതെയുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. ഒന്ന് ആലോചിച്ചു നോക്കൂ, വാദിച്ചു ജയിക്കുന്നതുകൊണ്ട് നമുക്ക് ശരിക്കും എന്താ കിട്ടുന്നത്?
ഒരു നിമിഷത്തെ അഹങ്കാരം കിട്ടുമായിരിക്കാം. പക്ഷേ അതിനപ്പുറം നഷ്ടപ്പെടുന്നതെന്താണ്? നമ്മുടെ വിലപ്പെട്ട സമയവും പിന്നെ മനസ്സമാധാനവും. വ്യർത്ഥമായ തർക്കങ്ങളിൽ ഏർപ്പെടരുത് എന്ന് ഈ മാസിക കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരു നല്ല ചർച്ചയും വെറുതെയുള്ള തർക്കവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു നല്ല ചർച്ചയിലാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് സത്യം കണ്ടെത്താൻ ശ്രമിക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കും, നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. എന്നാൽ വെറുതെയുള്ള തർക്കത്തിലോ അവിടെ ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ: ഞാൻ ജയിക്കണം. അത് വരുന്നത് ഈഗോയിൽ നിന്നാണ്. അവസാനം ബാക്കിയാവുന്നത് ദേഷ്യവും വിദ്വേഷവും മാത്രം. അപ്പോ ഒന്ന് സൗഹൃദമുണ്ടാക്കുന്നു, മറ്റൊന്ന് ശത്രുത. ഇതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോ നോക്കൂ, നമ്മൾ നമ്മുടെ സ്വഭാവത്തിന് ഒരു അടിത്തറയിട്ടു, മറ്റുള്ളവരുമായി സമാധാനത്തോടെ ജീവിക്കാനും പഠിച്ചു. ഇനി നമ്മുടെ യാത്ര അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിലേക്ക് കടക്കുകയാണ്. ഈ പഠിപ്പിക്കലുകളുടെയൊക്കെ അവസാന ലക്ഷ്യമെന്താണ്? അത് മറ്റൊന്നുമല്ല, പുറമെ എവിടെയും കിട്ടാത്ത ശാശ്വതമായ ഒരു ആന്തരിക സന്തോഷം നേടുക എന്നുള്ളതാണ്. യഥാർത്ഥ ആനന്ദത്തിലേക്കുള്ള ആ വഴി അത് ഇവിടെ തുടങ്ങുന്നു. ഈ പൂജ അല്ലെങ്കിൽ ആരാധന എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതൊരു വെറും ചടങ്ങല്ല. നമ്മളൊരു ലെൻസ് വെച്ച് സൂര്യരശ്മിയെ ഒരൊറ്റ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യിക്കില്ലേ? അതുപോലെ പലയിടത്തായി ചിതറിപ്പോകുന്ന നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയുമൊക്കെ ഒരു ഉയർന്ന ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു വഴിയാണിത്. നമുക്ക് കാണാൻ കഴിയാത്ത ആ ദൈവികതയെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുന്ന ഒരു മനോഹരമായ പ്രക്രിയ. ചിലർക്ക് ഈശ്വരനെ ഒരു രൂപത്തിൽ കാണുന്നതായിരിക്കാം ഇഷ്ടം, മറ്റു ചിലർക്ക് രൂപമില്ലാത്തൊരു പ്രകാശമായി അനുഭവിക്കുന്നതായിരിക്കാം. ഈ മാസിക പറയുന്നത് എന്താണെന്ന് വച്ചാൽ, ഈ രണ്ട് വഴികളും ശരിയാണ് എന്നാണ്. പല നദികൾ പല വഴികളിലൂടെ ഒഴുകിയാലും അവസാനം എല്ലാം ചെന്നെത്തുന്നത് ഒരേ കടലിലേക്കല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. ഏത് വഴി തെരഞ്ഞെടുത്താലും ലക്ഷ്യം ഒന്നുതന്നെയാണ്: ആ പരമമായ സത്യവുമായി ഒന്നായി ചേരുക. അപ്പം നമ്മുടെയൊക്കെ സന്തോഷം ശരിക്കും എവിടെയാണ്? ഒരു പുതിയ കാറ് വാങ്ങുമ്പോഴോ, അതോ സോഷ്യൽ മീഡിയയിൽ കുറേ ലൈക്ക് കിട്ടുമ്പോഴോ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തുമ്പോഴോ? യഥാർത്ഥ ആനന്ദം നേടുക എന്ന ലേഖനം പറയുന്നു, ഇതൊക്കെ ഒരു സോപ്പ് കുമിള പോലെയാണ്, ഒരു നിമിഷം കൊണ്ട് പൊട്ടിപ്പോവും. യഥാർത്ഥ ഒരിക്കലും നഷ്ടപ്പെടാത്ത ആനന്ദം പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിലെ സമാധാനത്തിൽ നിന്നും സംതൃപ്തിയിൽ നിന്നും മാത്രം കിട്ടുന്ന ഒന്നാണ്. അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങളുടെയെല്ലാം ഒരു രത്നചുരുക്കം എന്തായിരിക്കും? നമുക്കൊരുമിച്ച ജ്ഞാനത്തിന്റെ സത്ത എന്താണെന്ന് നോക്കാം. യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള ഈ വഴിയെ നമുക്ക് 4 പ്രധാന കാര്യങ്ങളായി ഓർമ്മിക്കാം. ഒന്നാമത്തേത്, നമ്മുടെ ഉള്ളിലെ ഭയത്തെ ജയിക്കുക. കാരണം യഥാർത്ഥ ശക്തിയുടെ ഉറവിടം നമ്മൾ തന്നെയാണ്. രണ്ടാമത്തേത്, വിനയത്തോടെ മറ്റുള്ളവരെ സേവിക്കുക. കാരണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. മൂന്നാമത്തേത്, എല്ലാവരുമായി യോജിപ്പോടെ ജീവിക്കുക. ചെറിയ മര്യാദകൾ ശീലിച്ച് വെറുതെയുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ആന്തരിക സമാധാനം തേടുക. കാരണം പുറമേ കാണുന്ന സന്തോഷങ്ങളൊന്നും ശാശ്വതമല്ല. അപ്പൊ ഈ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം. നിങ്ങളുടെ അഖണ്ഡജ്യോതി, നിങ്ങളുടെ ഉള്ളിലെ ആ അണയാത്ത ജ്വാല, അതെവിടെയാണ്? നിങ്ങളതിനെ തിരിച്ചറിയുന്നുണ്ടോ? ആ വെളിച്ചം കൂടുതൽ തെളിച്ചമുള്ളതാക്കാൻ ഇന്നു മുതൽ നിങ്ങൾക്കെന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു ചിന്ത നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നന്ദി.